ഹലോ, അതെ, ഞാനിന്ന് ഫ്രണ്ടിൽ നിന്നിങ്ങോട്ട് ചുമ്മാ ചെറുതായിട്ട് എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ട് എൻ്റെ പൊണ്ടാട്ടി ഈ ഇരിക്കുന്ന എൻ്റെ വൈഫ് ഉണ്ടല്ലോ, വന്നിങ്ങോട്ട് ഒരു ആഗ്രഹം പറഞ്ഞു. ഒരൊറ്റൊരാഗ്രഹം പറഞ്ഞു. അത് നമ്മളെല്ലാ ആഗ്രഹങ്ങളും നമ്മൾ സഫലീകരിച്ച് കൊടുക്കാറുണ്ട്, എല്ലാം കൊടുക്കും. പ്രത്യേകിച്ച് ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്തായാലും നമ്മളത് ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ സഫലീകരിച്ച് കൊടുക്കുന്നതാണ്. എന്താണെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കും ഫുഡിൻ്റെ കാര്യത്തിൽ, എന്നോ ഒന്നും പറയില്ല. അപ്പോൾ ഇന്ന് വൈഫ് എന്നിട്ടൊരു കാര്യം പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ഹസ്ബൻഡ് നിലയ്ക്ക് നമ്മൾ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ വളരെ ഇതല്ലേ, ചെറിയ കാര്യമാണ്. അപ്പോൾ അതും എൻ്റെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കണമെന്നാണ് വൈഫ് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് പറയാം സാധനത്തിൻ്റെ പേര് പറഞ്ഞേ. ബൺമസ്ക എന്നൊക്കെ അറിയപ്പെടുന്നുണ്ടല്ലോ. ആ സംഭവം ഞാൻ ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, ഒരു ഹസ്ബൻഡ് നിലയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, പൊണ്ടാട്ടിക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മുടെ പൊണ്ടാട്ടി ഒക്കെ ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പോൾ എന്ത് പറഞ്ഞാലും നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇൻഷാ അല്ലാഹ് ഫുഡിൻ്റെ കാര്യത്തിൽ എന്താ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ സാധനം കുറച്ച് മേടിച്ചിട്ട് ഇന്ന് പൊണ്ടാട്ടിക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് പൊണ്ടാട്ടിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, റിവ്യൂ പറഞ്ഞിപ്പിക്കാം. ഓക്കെ അല്ലേ? അങ്ങനെ നമ്മളേ ഇതാ സാധനം കൈവച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഐറ്റംസ്. സാധനം കെട്ടി എല്ലാ ഐറ്റംസും ഉണ്ട്. എന്താ സിത്തോ, ഇതാ സാധനം പഠിച്ചു കിട്ടാ. എന്താ സാധനം, എല്ലാ ഐറ്റംസും ഉണ്ട്. ബണ്ണുണ്ട്. ഇത് സോഫ്റ്റ്, നല്ല അടിപൊളി സോഫ്റ്റ് ബണ്ണ് കേട്ടോ. അത് നല്ല അടിപൊളി ബണ്ണാണ്, സോഫ്റ്റ് ബണ്ണ്. ഇത് നെസ്റ്റലിൻ്റെ മിൽക്ക് മെയ്ഡ്. ഇത് അൺസാൾട്ടഡ് ബട്ടർ. ഈ ഒരു ചെറിയ ഐറ്റംസ് വെച്ചിട്ടില്ലേ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പൊണ്ടാട്ടിക്ക് ഒരു ആഗ്രഹിച്ച പോലെ നമുക്ക് എന്ത് ചെയ്യാം, ബൺമസ്ക് ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ഇറാനി ചായ അത് ഉമ്മാനെ കൊണ്ട് നമുക്ക് വെപ്പിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നതിലേക്ക് പോവാം അല്ലേ? ഓക്കെ. അപ്പോൾ നല്ല അടിപൊളി സോഫ്റ്റ് ബണ്ണ് കേട്ടോ, നല്ല അടിപൊളി സ്മൂത്താണ്. അത് സെറ്റായിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതാ മിൽക്ക് മിസ്റ്റിൻ്റെ നല്ല അടിപൊളി ബട്ടർ, അത് നമുക്കിടാം. പൊണ്ടാട്ടിയുടെ ആഗ്രഹം പറഞ്ഞല്ലേ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അത് സെറ്റാക്കി കൊടുക്കണം. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് മാഷാ അല്ലാഹ്. വാ, അപ്പോൾ അതിട്ടു. അപ്പോൾ ബട്ടർ നമ്മൾ എടുത്തിട്ടുണ്ട്. അതും അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതാണ് മിൽക്ക് മെയ്ഡിൻ്റെ, നെസ്ലൻ്റെ മിൽക്ക് മെയ്ഡ്. നമുക്ക് അതിനും പൊളിക്കാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, എന്താ പാട് നോക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടെ. സൂപ്പർ അല്ലേ? ഇതാ എടുക്കത്. നമുക്ക് എന്ത് ചെയ്യുന്ന അറിയാം, ഈ സാധനം പ്രിയാണി നമുക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇത് വയ്ക്കാം. ഓക്കെ, അതൊഴിച്ച് ഇതും ഉണ്ടാക്കുന്ന ആരാ, എനിക്ക് യാതൊരു അറിവുമില്ല, ഉണ്ടാക്കാൻ അറിയും പോലും എനിക്ക് ചെയ്യില്ല. പക്ഷെ എന്നാലും ഒരു ആഗ്രഹം പറഞ്ഞു, നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ഇതെടുത്തുകൊണ്ട് മിക്സ് ആക്കാം. നന്നായിട്ടാണ് മിക്സ് ആക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇടുന്നുണ്ടാ? അയ്യോ, സൂപ്പർ, അടിപൊളി, മിയ മിയ. വേണമെങ്കിൽ കുറച്ചും കൂടി വേണം വയ്ക്കാം അല്ലേ? സെറ്റിട്ടാ, മിയ മിയ. ഇത് കേട്ടോ, പിന്നെ ഇത് കാലില്ലേ.
ഓക്കെ, ഇത് എൻ്റെ ഈ വീഡിയോഗ്രാഫർ ആണെന്നറിയോ? എന്ന് വെച്ചാൽ നമ്മളെ ഈ വീഡിയോ എടുക്കുന്ന ആരെന്നറിയോ? ആരെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഞെട്ടും നിങ്ങൾ. ആ ചിരിച്ച് മനസ്സിലായില്ലേ? ഈ വീഡിയോ എടുക്കേണ്ടത് ഉമ്മച്ചിയാണ് കേട്ടാ. കുറേ നേരം ഇറങ്ങി എടുക്കുന്നത്. ഓക്കെ, ഉമ്മച്ചിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് ഉണ്ടാക്കുന്നതിലേക്ക് പോവാട്ടാ. എടുത്ത് സോഫ്റ്റ് സാധനം എടുത്താ. അപ്പോൾ നമ്മളിതാ സാധനം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ ഇവരവിടെ മിക്സ് ആക്കിയിട്ടുണ്ട് ഈ സാധനത്തിന്. ഇവരാണ് നമ്മുടെ മെയിൻ കേട്ടോ. ഓക്കെ, നമുക്ക് യാതൊരു നിശ്ചയം ഉണ്ടാക്കാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന, പക്ഷെ ഉണ്ടാക്കിയിട്ട് ഉമ്മാക്കും കൊടുക്കണം, അതുപോലെ തന്നെ നമ്മുടെ വൈഫിനും കൊടുക്കണം. അവർ പറഞ്ഞതല്ലേ, അപ്പോൾ നമുക്ക് അവരെ റിവ്യൂ കൂടി നമുക്ക് അറിയണം. എന്നിട്ട് അവർ പറയുന്ന റിവ്യൂവിലാണ് എനിക്ക് കിട്ടുന്ന ഒരു കിക്ക്. വേറെ ഒന്നും എനിക്ക് വേണ്ട കേട്ടോ. അപ്പോൾ ഇതേമാതിരി ഇതാ എടുക്കുന്നു. എടുത്ത് ഓപ്പൺ ആയിക്കോ. അപ്പോൾ കണ്ടാ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇതാണ് സാധനം കണ്ടല്ലേ. ഇതും ഉമ്മാനെ കൊണ്ട് നമുക്ക് സ്പെഷ്യൽ ചായ, ഏലക്കായി പട്ടാക്കായിട്ടുള്ള സ്പെഷ്യൽ ചായ, ഇറാനി ചായ എന്ന് പറയും. ഇത് ഉമ്മയുടെ സ്പെഷ്യൽ ചായ നമുക്ക് ഉണ്ടാക്കിയിട്ട് അതിലും കൂടി മിക്സ് ചെയ്തിട്ട് പഠിക്കാൻ കേട്ടോ. അപ്പോൾ സംഭവം റെഡി, ഇത്ര ഉള്ള പരിപാടി കേട്ടോ. ഓക്കെ, ബാക്കിയുള്ള അതും കൂടി നമുക്ക് എന്ത് ചെയ്യാം, അതുപോലെ ചെയ്യാം. ഓക്കെ, അൽഹംദുലില്ലാ ഞാൻ നല്ല രീതിയിൽ സംഭവം കഴിക്കും. ഇനി ഒരു കഴിച്ച് നോക്കിയിട്ട് റിവ്യൂ പറ്റും. എന്നിട്ട് ആഗ്രഹം പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഉണ്ടാക്കേണ്ട എങ്ങനെയാണ്, എന്തായാലും നല്ലതാണെങ്കിലും കെട്ടതാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക നമ്മുടെ ഒരു ഇത്. അങ്ങനെ നമ്മുടെ ബൺമസ്കി റെഡി കേട്ടോ. ബൺമസ്കി സംഭവം സെറ്റായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ റാത്തായിട്ട് സംഭവം എത്തിയുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അവിടെ ചായയും കൂടി അവിടെ ഉമ്മ വെക്കുന്നുണ്ട്. അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഈ സാധനം കഴിച്ചിട്ട് റിവ്യൂ പറയാം. ഓക്കെ, പിന്നെ ഒടുവിൽ നമ്മുടെ ഇറാനി ചായ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇറാനി ചായ സെറ്റായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബൺമസ്കിയും സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതാണ് ബൺമസ്കി ഉണ്ടാ സെറ്റായിട്ടുണ്ട്. നമ്മുടെ ബൺമസ്കി സംഭവം ഉണ്ടാ സെറ്റായിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് കഴിച്ചിട്ട് റിവ്യൂ പറയാം കേട്ടോ. ഇക്ക ഇത് കഴിച്ചു നോക്കിയേ എങ്ങനെ ഉണ്ടെന്ന്. ഇത് ഇറാനി ചായ അല്ലേ? അത് ഇറാനി ചായ. സൂപ്പർ. മാഷാ അല്ലാ അടിപൊളി. ഞാൻ അടുത്ത് ഉപ്പ നോക്കാം. ഉപ്പ ബൺമസ്കി ഇപ്പത്തെ ട്രെൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബൺമസ്കി ഏതെങ്കിലും എടുത്തോ, കഴിച്ചിട്ട് റിവ്യൂ പറയും. ബട്ടറാണത്, ബട്ടർ മിൽക്ക് മേഡായിട്ട് സൂപ്പർ ആയില്ലേ? ചേച്ചു ഉമ്മ കഴിച്ചു നോക്കിമാ. ഉമ്മ ചെറിയ പീസ് എടുത്ത് കഴിച്ചു നോക്ക്. ഉമ്മ ഷുഗർ ആയതുകൊണ്ട് അധികം മധുരം കഴിക്കില്ല, പക്ഷെ എന്നാലും ഉമ്മ ചെറിയ പീസ് ഒരു കടി അടിക്കുമാ എടുത്തിട്ട്. അല്ല ചെറിയ പീസ് എടുത്ത് കഴിക്കി നോക്കട്ടെ. ഉമ്മ ഷുഗർ ആയതുകൊണ്ട് അധികം കഴിക്കില്ല, എന്നാലും ഉമ്മ ഒരു ആഗ്രഹത്തിന് കഴിക്കാട്ടാ. ഉണ്ട് അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ ഉണ്ടല്ലേ? സൂപ്പർ ആയില്ലത് കഴിച്ചിട്ട്? ചായ ഉണ്ട് അടിപൊളി. അപ്പൊ അടിപൊളി സാധനമാണ്. അപ്പൊ ഇത് കഴിച്ചോട്ടെ കേട്ടോ. ഒരു മിനിറ്റ്, ഞാൻ കഴിച്ചിട്ടില്ല. സൂപ്പർ ട്ടോ, അടിപൊളി വൈബ്. ചായ സൂപ്പർ ആണ് കേട്ടോ, അടിപൊളിയായിട്ട് കേട്ടോ സംഭവം. എത്രയും പ്രതീക്ഷിച്ചില്ല, പക്ഷേ പ്രതീക്ഷിച്ചതിന് അപ്പുറമായി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇത് ഒന്ന് കഴിക്കണം എന്നും മേടിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം, ഉണ്ടാക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം. അപ്പോൾ അതിൻ്റെ പുറത്ത് ചെയ്തതാണ് കേട്ടോ. എന്തായാലും സക്സസ്ഫുള്ളായി. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാം കേട്ടോ അല്ലേ? എല്ലാവരും വീട്ടിൽ ചെയ്യാം അല്ലേ? സൂപ്പറായി. നമ്മള് ഒരു വട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, എന്നാലും അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത്രയും കൂടി ചോദിക്കുന്നുണ്ട്. കഴിക്കാം. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ
എല്ലാവർക്കും സന്തോഷം മാത്രം. അപ്പൊ വീഡിയോ എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ ബൈ. ബൈ 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 ബൈ.